അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 102-ാമത്തെ ആയത്തിന്റെ 7-ാമത്തെ ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത്. ബാബിലോണിൽ ഹാറൂത്ത് എന്നും മാറൂത്ത് എന്നും പേരുള്ള 2 മലക്കുകൾ, അവരിലൂടെ എന്താണ് സിഹർ എന്ന് ബനു ഇസ്രായേലിയർക്ക് പഠിപ്പിച്ചു കൊടുത്തത്, അതിന്റെ കാരണം എന്താണ് എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ഈ ചെറിയ സമയത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്, സിഹിർ എന്ന് പറയുന്നത് അത് വലിയ പാപമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കുഫ്റായി വിധിച്ച തീർത്തും അധാർമികമായ ഒരു പ്രവർത്തനമാണ് സിഹിർ. അതുകൊണ്ട് തന്നെ അത്രമാത്രം തിന്മയായ ഒരു സംഗതി പിന്നെ എന്തുകൊണ്ടാണ് പാപമുക്തരായ മലക്കുകൾ, അവർ ബാബിലോണിൽ താമസമാക്കിയിരുന്ന ഇസ്രായേൽ സന്തതികൾക്ക് ഈ മലക്കുകൾ പഠിപ്പിച്ചു കൊടുത്തത് എന്ന് ഗൗരവപൂർവം നമ്മൾ മനസ്സിരുത്തി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഹാറൂത്ത് എന്നും മാറൂത്ത് എന്നും പേരുള്ള ഈ 2 മലക്കുകൾ അവർ ചെയ്തിരുന്നത് എന്താണെന്നും അതിന്റെ ലക്ഷ്യം എന്താണെന്നും പരിശുദ്ധ ഖുർആൻ വിവരിച്ചിട്ടുള്ളതാണ്. വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂലാ ഇന്നമാ നഹ്നു ഫിത്നതുൻ ഫലാ തക്ഫുർ. ഞങ്ങളൊരു പരീക്ഷണം മാത്രമാണ്, അതിനാൽ നീ കുഫ്ർ ചെയ്യരുത് എന്ന് പറയാതെ ഒരാൾക്കും അവർ 2 ആളും പഠിപ്പിച്ചിരുന്നില്ല എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. അപ്പോ അവർ ജനങ്ങൾക്ക് സിഹറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ആ പഠിപ്പിച്ച കാര്യങ്ങൾ അത് ജീവിതത്തിൽ പ്രയോഗിക്കുവാനുള്ളതല്ല. കാരണം നിങ്ങൾ ആ രൂപത്തിൽ ചെയ്താൽ, ഇത് പ്രവർത്തന പദത്തിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ അവിശ്വാസിയായി പോകും. ഞങ്ങൾ ഇവിടേക്ക് നിയോഗിക്കപ്പെട്ടത് നല്ലവരെയും ദുഷിച്ചവരെയും വേർതിരിക്കുവാനുള്ള ഒരു പരീക്ഷണമായി കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ സിഹിർ ചെയ്തുകൊണ്ട് വഞ്ചിതനാകരുത് എന്ന് വളരെ വ്യക്തമായി ആ മലക്കുകൾ ബാബിലോണിലെ ജനങ്ങളോട് പറഞ്ഞിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വ്യക്തമാക്കുന്നത്. സഹോദരങ്ങളെ, നന്മയും തിന്മയും അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന കാര്യം അത് നമ്മുടെ അടിസ്ഥാന വിശ്വാസമാണ്. സൂറത്തുൽ ഇൻസാനിലെ 3-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. തീർച്ചയായും നാം അവന് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു, എന്നിട്ട് ഒന്നുകിൽ അവൻ നന്ദിയുള്ളവനാകുന്നു അല്ലെങ്കിൽ അവൻ നന്ദി കെട്ടവനാകുന്നു എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരീക്ഷിക്കുന്നത് മനുഷ്യൻ അല്ലാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ അവൻ നന്ദി കാണിക്കുമോ അതല്ല അവൻ നന്ദികേട് കാണിക്കുമോ എന്ന വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് സഹോദരങ്ങളെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ വിജയം നേടാൻ ആവശ്യമായ എല്ലാ ഉപാധികളും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ടി ഈ ഭൂമിയിൽ സജ്ജമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. കണ്ടും കേട്ടും കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള വിവേചന ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുണ്ട്. മാത്രമല്ല സഹോദരങ്ങളെ, മനുഷ്യൻ സ്വീകരിക്കേണ്ട നന്മ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ അതെന്തൊക്കെയാണ് എന്നും മനുഷ്യൻ ഒഴിവാക്കേണ്ട തിന്മയുടെ മേഖല എന്തൊക്കെയാണ് എന്നും വളരെ വ്യക്തമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് മാർഗദർശനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ നന്മയും തിന്മയും സ്വീകരിക്കുന്നതും ഈ നന്മയും തിന്മയും ഒഴിവാക്കുന്നതുമായിട്ടുള്ള വിഷയങ്ങൾ അത് നമുക്കൊരു പരീക്ഷണമാണ് സഹോദരങ്ങളെ. ഈ ഒരു പരീക്ഷണമാണ് വാസ്തവത്തിൽ ബാബിലോണിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ സിഹിർ പഠിക്കരുതേ, കാരണം അത് കുഫ്റാണ്. ഞങ്ങളൊരു പരീക്ഷണം മാത്രമാണ്, അതിനാൽ നീ കുഫ്ർ ചെയ്യരുത് എന്ന് വളരെ വ്യക്തമായി മലക്കുകൾ ബാബിലോണിലെ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിരുന്നു. വാസ്തവത്തിൽ പിശാചുക്കൾ സിഹിർ പഠിപ്പിക്കുന്നത് അത് ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുവാൻ വേണ്ടിയും അതുപോലെ തന്നെ ജനങ്ങളെ മൊത്തത്തിൽ വഴികേടിലാക്കുവാൻ വേണ്ടിയിട്ടാണ് പിശാചുക്കൾ സിഹിർ പഠിപ്പിക്കുന്നത്. മാത്രമല്ല അള്ളാഹുവിന്റെ ഒരു പ്രവാചകനെ കുറിച്ച്, അതായത് സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അദ്ദേഹത്തിലേക്ക് ചേർത്തിക്കൊണ്ട് ഈ സിഹിർ പ്രചരിപ്പിക്കുവാൻ വേണ്ടി പിശാചുക്കൾ ധാരാളമായി പരിശ്രമിച്ചിരുന്നു. അത് വളരെ ഗൗരവമായ ഒരു വിഷയമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ആയത്തിലൂടെ ഇവിടെ പഠിപ്പിക്കുന്നത്.
ബാബിലോണിൽ വളരെ വ്യാപകമായി സിഹർ വ്യാപിച്ചിരുന്നു എന്നും അവിടെയുള്ള ജനങ്ങൾക്ക് സിഹറും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കുവാൻ കഴിയാത്ത രൂപത്തിൽ അവിടുത്തെ ജനങ്ങൾ ആശയക്കുഴപ്പത്തിലായ ഒരു വിഷയമായിരുന്നു. അതുകൊണ്ട് തന്നെ പിശാചുക്കൾ പറഞ്ഞു പരത്തിയ പോലെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമക്ക് ലഭിച്ച ഭൗതികമായ അനുഗ്രഹങ്ങൾ അതെല്ലാം സിഹറിലൂടെ ലഭിച്ച അനുഗ്രഹമാണ് എന്ന കള്ളപ്രചാരണം അത് എല്ലാ ആളുകളും വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് അവിടുത്തെ ആളുകൾ മാറിപ്പോയിരുന്നു എന്ന് തഫ്സീർ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഈ ഒരു അവസ്ഥയിലാണ് എന്താണ് സിഹർ എന്നതും അതുപോലെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും ഇത് തമ്മിലുള്ള വ്യത്യാസം സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സിഹർ പഠിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ബാബിലോണിൽ മലക്കുകളെ നിയോഗിക്കുന്നത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാം അദ്ദേഹം ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹുവിൽ നിന്നുള്ള പല ദൃഷ്ടാന്തങ്ങളും മൂസാ നബി അലൈഹി ഇസ്ലാം ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതെല്ലാം കേവലമായ ചെപ്പടി വിദ്യകളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ചില മാന്ത്രികന്മാരെ ആ കാലത്ത് ഫിർഔൻ കൊണ്ടുവരികയും എന്നിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുവാൻ ഫിർഔൻ പരിശ്രമിക്കുകയും ചെയ്ത കാര്യം നമ്മളെല്ലാം പഠിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് മൂസാ നബി അലൈഹി ഇസ്ലാം കാണിച്ചു കൊടുത്ത അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളും അതുപോലെ തന്നെ ഫിർഔൻ കൊണ്ടുവന്ന മാന്ത്രികന്മാരുടെ ചെപ്പടി വിദ്യകളും ഇത് രണ്ടും ഒന്നാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുവാനാണ് വാസ്തവത്തിൽ തെമ്മാടിയായ ഫിർഔൻ പരിശ്രമിച്ചത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന മാന്ത്രികന്മാർക്ക് ആ മാന്ത്രികന്മാർക്ക് വരെ ബോധ്യമാകുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമയിലൂടെ വലിയ ദൃഷ്ടാന്തം അവർക്ക് കാണിച്ചു കൊടുക്കുകയും അള്ളാഹുവിന്റെ അനുഗ്രഹവും അതുപോലെ തന്നെ മാന്ത്രികന്മാരുടെ പ്രവർത്തനങ്ങളും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമായി കാണിച്ചു കൊടുക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമയിലൂടെ ചെയ്തത്. അതുപോലെയാണ് സഹോദരങ്ങളെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അത് സിഹറിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പ്രവാചകത്വം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് നൽകിയ അള്ളാഹുവിൽ നിന്നുള്ള വലിയ ദൃഷ്ടാന്തങ്ങളാണ്. ഈ ഒരു കാര്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 2 മലക്കുകളെ ബാബിലോണിലേക്ക് നിയോഗിച്ചത്. ഇത് അള്ളാഹുവിന്റെ കൃത്യമായ അറിവിന്റെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൃത്യമായ യുക്തിയുടെയും അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്ത തീരുമാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ബനു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അത്രമാത്രം സിഹറിന്റെ പ്രവർത്തനങ്ങളിൽ മുഴുകിക്കഴിഞ്ഞിരുന്ന ആളുകളായിരുന്നു. നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ വലിയ ഒരു പാഠം നൽകുന്ന ഒരു ഹദീസ് ഉണ്ട്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞുപോയ ഒരു ചരിത്രം നമുക്ക് ഈ ഹദീസിലൂടെ പറഞ്ഞു തരികയാണ്. പണ്ട് ഒരു രാജാവിന് അയാളുടെ കാര്യങ്ങൾ ഉപദേശിക്കുവാൻ വേണ്ടി ഒരു സാഹിർ ഉണ്ടായിരുന്നു. ഇയാളുടെ മരണശേഷം ഇനി മാരണവുമായി ബന്ധപ്പെട്ട സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി തനിക്കൊരു പിൻഗാമി വേണമെന്ന് ആഗ്രഹിക്കുകയും അയാൾ ഒരു കുട്ടിക്ക് സിഹർ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ കുട്ടി സിഹർ പഠിക്കുന്നതിന് വേണ്ടി ദിവസവും ആ രാജാവിന്റെ കീഴിലുള്ള ആ സാഹിറിന്റെ അടുക്കൽ പോകുന്ന വഴിയിൽ ഒരു നല്ല അറിവും ഭക്തിയുമുള്ള ഒരു പുരോഹിതനുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ആ കുട്ടിക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം വർദ്ധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആ കുട്ടി ആ പുരോഹിതനുമായുള്ള ആ ബന്ധത്തിലൂടെ എത്തിപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ കുട്ടി യാത്ര ചെയ്യുന്ന സമയത്ത് ആ കുട്ടി യാത്ര ചെയ്യുന്ന വഴിയിൽ ഒരു മൃഗം പ്രത്യക്ഷപ്പെടുകയും ആ കുട്ടിയുടെ യാത്രക്ക് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. അന്നേരം ആ കുട്ടി ഒരു കല്ല് കയ്യിലെടുത്തുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തരുന്ന ആ പുരോഹിതന്റെ സിദ്ധാന്തങ്ങളാണ് സത്യമെങ്കിൽ ഈ മൃഗത്തെ കൊലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുട്ടി ആ മൃഗത്തിന് നേരെ കല്ലെറിഞ്ഞു. അപ്പോ ആ മൃഗം ചത്തു വീഴുകയും അങ്ങനെ ആ കുട്ടിക്ക് യാത്ര ചെയ്യുവാനുള്ള മാർഗ തടസ്സം നീങ്ങിക്കിട്ടുകയും ചെയ്തു. എന്നാൽ സഹോദരങ്ങളെ, ഈ സംഭവം ആ കുട്ടിയുടെ പ്രശസ്തി ഉയർത്തുകയാണ് ചെയ്തത്. ജനങ്ങളുടെ ഇടയിൽ ആ കുട്ടി കൂടുതൽ അറിയപ്പെടുകയാണ് ചെയ്തത്. മാത്രമല്ല അതിനുശേഷം ആ കുട്ടിയുടെ കൈകളിലൂടെ പല രോഗങ്ങളും സുഖപ്പെടുകയും ജനങ്ങൾക്ക് ആ കുട്ടിയെപ്പറ്റി വലിയ രൂപത്തിലുള്ള ഒരു മതിപ്പുണ്ടാകുന്ന സാഹചര്യം നിലവിൽ വരികയും ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് ആ കുട്ടി അവിടുത്തെ രാജാവിന് നേരിട്ടറിയുന്ന ഒരു വ്യക്തിയുടെ നഷ്ടപ്പെട്ടുപോയ കാഴ്ചശക്തി സുഖപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെ ആ നാട്ടിലെ രാജാവും ഈ കുട്ടിയെക്കുറിച്ച് അറിയുകയും ജനങ്ങൾക്കിടയിൽ വലിയൊരു സ്ഥാനം ആ കുട്ടിക്ക് ഉണ്ടാവുകയാണ്. ഈ അവസരത്തിൽ ജനങ്ങൾ സംസാരിക്കാൻ തുടങ്ങി,
ഇതെല്ലാം ആ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ സിഹിർ പഠിച്ചത് കൊണ്ടാണ്, മാരണം ചെയ്തിട്ടാണ്, മാരണവിദ്യ അഭ്യസിച്ചിട്ടാണ് ആ കുട്ടിക്ക് ഇത്തരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്ന് ജനങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അന്നേരം ജനങ്ങളോട് ആ കുട്ടി തുറന്ന് സംസാരിക്കുകയാണ്, ഇതെല്ലാം ഞാൻ പ്രകടിപ്പിക്കുന്നത് എന്റെ റബ്ബിന്റെ പ്രവർത്തനങ്ങളാണ്, റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളാണ് ഇതെല്ലാം എന്ന് ആ കുട്ടി ജനങ്ങളെ പഠിപ്പിക്കാൻ പരിശ്രമിച്ചപ്പോ ഞാനല്ലാതെ മറ്റൊരു റബ്ബ് ആരാണ് എന്ന് അധികാരിയായ ആ രാജാവ് ആ കുട്ടിയോട് പ്രതികരിക്കുകയാണ്. അതിനുശേഷം ആ രാജാവ് ആ കുട്ടിയെയും ആ കുട്ടിയുടെ ഗുരുവായ പുരോഹിതനെയും പിടികൂടുകയും ഉളിവാൾ വെച്ച് പൊളിച്ചു വീഴ്ത്തിക്കൊണ്ട് ആ പുരോഹിതനെ കൊലപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ആ കുട്ടിയോട് അവന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുവാൻ വേണ്ടി രാജാവ് ആവശ്യപ്പെടുകയും അതിന് സമ്മതിക്കാതിരുന്നപ്പോ ആ കുട്ടിയെ ഒരു മലമുകളിൽ കൊണ്ടുപോയി കീഴ്പോട്ടിട്ടുകൊണ്ട് ആ കുട്ടിയെ വധിക്കുവാൻ വേണ്ടിയിട്ട് രാജാവ് കൽപ്പിക്കുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, ആ കുട്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വളരെ അത്ഭുതകരമായി ആ കുട്ടി ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം ആ കുട്ടിയെ ഒരു കപ്പലിൽ കയറ്റി കടലിൽ എറിഞ്ഞു വധിക്കുവാൻ വേണ്ടി ആ രാജാവ് ഏർപ്പാട് ചെയ്തു. പക്ഷേ അവിടെയും ആ കുട്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് രക്ഷപ്പെടുകയാണ് ചെയ്തത്. അവസാനം ആ കുട്ടി അവരോട് പറയുകയാണ്, എന്നെ നിങ്ങൾക്ക് കൊല്ലണമെങ്കിൽ എന്റെ അമ്പ് കൊണ്ട് എന്റെ റബ്ബിന്റെ പേര് പറഞ്ഞ് എന്നെ പരസ്യമായിട്ട് നിങ്ങൾ എറിയണം. അങ്ങനെ ആ കുട്ടി പറഞ്ഞതുപോലെ അവർ എറിയുകയും എല്ലാ ജനങ്ങളുടെയും മുമ്പിൽ വെച്ചുകൊണ്ട് ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു. അതോടുകൂടി അവിടെ കൂടി നിന്ന ആ മുഴുവൻ ജനങ്ങളും ആ കുട്ടി പറഞ്ഞ കാര്യം ആ ആളുകൾക്ക് ബോധ്യപ്പെടുകയും അവർ കൂട്ടത്തോടുകൂടി അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്തു എന്നാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ അറിയിക്കുന്നത്. എന്നിട്ടോ ശേഷം പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പോ ആ രാജാവും ആ രാജാവിന്റെ കിങ്കരന്മാരും കൂടി വലിയ ഒരു അഗ്നികുണ്ഡം തയ്യാറാക്കിക്കൊണ്ട് ആ സത്യവിശ്വാസം സ്വീകരിച്ച ആ മുഴുവൻ ജനങ്ങളെയും ആ അഗ്നികുണ്ഡാരത്തിലേക്ക് എറിയുകയും അവരെല്ലാവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെടുകയും ചെയ്തു എന്നാണ്. ഈ സംഭവത്തെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബുറൂജിലെ 4 മുതൽ 8 വരെയുള്ള ആയത്തുകളിൽ പറഞ്ഞത്, ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, ആ കിടങ്ങിന്റെ ആൾക്കാർ നശിച്ചു പോകട്ടെ, അന്നാരി ദാത്തിൽ വഖൂദ്, അതായത് വിറകു നിറച്ച തീയുടെ ആൾക്കാർ, ഇദുഹും അലൈഹ ഖുഊദ്, അവർ അതിങ്കൽ ഇരിക്കുന്നവരായിരുന്ന സന്ദർഭം, വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്, സത്യവിശ്വാസികളെ കൊണ്ട് തങ്ങൾ ചെയ്യുന്നതിന് അവർ ദൃക്സാക്ഷികളായിരുന്നു. വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്, പ്രതാപശാലിയും സ്തുത്യർഹനുമായ അള്ളാഹുവിൽ അവർ വിശ്വസിക്കുന്നു എന്നത് മാത്രമായിരുന്നു അവരുടെ മേൽ അവർ ആ മർദ്ദകർ ചുമത്തിയ കുറ്റമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഒന്ന് നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ സിഹിറിൽ വിശ്വസിക്കുന്ന, സിഹിറിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നിരുന്ന ഒരു വലിയ ജനവിഭാഗത്തിനാണ് സിഹിറും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്, അത് രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളാണ് എന്ന് ആ കുട്ടി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ഇതിലൂടെ ചെയ്തത്. ഇതുപോലെയാണ് സഹോദരങ്ങളെ അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളും സിഹിറും, അത് രണ്ടും രണ്ടാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാമക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ അത് പിശാചുക്കൾ പറഞ്ഞു പ്രചരിപ്പിച്ച പോലെ സിഹിറിലൂടെ ലഭിച്ചതല്ല, മറിച്ച് അത് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ബാബിലോണിൽ ഹാറൂത്ത് എന്നും മാറൂത്ത് എന്നും പേരുള്ള 2 മലക്കുകൾ ഈ സിഹിറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ഞങ്ങൾ ഒരു പരീക്ഷണം മാത്രമാണ്, അതിനാൽ നീ കുഫ്ർ ചെയ്യരുത് എന്ന് പറയാതെ ഒരാൾക്കും ആ മലക്കുകൾ പഠിപ്പിച്ചിരുന്നില്ല എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകൾ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നമുക്ക് അറിയിച്ചു തന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇനി തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.